കുറേയധികം സ്കൂളുകളെങ്കിലും 100% റിസൾട്ട് നേടുമ്പോൾ ഞങ്ങൾ പലപ്പോഴും 90%, 92, 96, 98 അങ്ങനെ ആ രീതിയിലായിരുന്നു. ഒരിക്കലും ഞങ്ങൾക്ക് 100%ലേക്ക് എത്താൻ കഴിയാത്തതിൻ്റെ വലിയൊരു നിരാശ ഞങ്ങളെ ബാധിച്ചു. ആ ടൈം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അധ്യാപകർക്ക് വേണ്ടിയുള്ള ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചു. വേളാങ്കണ്ണി പള്ളിയിലാണ് സന്ദർശനം നടത്തിയത്. അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒപ്പം തന്നെ ആ വർഷം പരീക്ഷ ചെയ്ത 300-ൽ പരം കുട്ടികളുടെ ലിസ്റ്റ് ഭഗവാനോട് അച്ഛന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് പണം കൊടുത്ത് ഏൽപ്പിക്കുകയും ചെയ്തു. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നു. റിസൾട്ട് എല്ലാവരെയും അമ്പരപ്പിച്ചു. എല്ലാവരും എനിക്ക് അനുമോദനങ്ങൾ അർപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. 50 വർഷത്തെ സ്കൂൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് 100% റിസൾട്ട് സ്കൂൾ നേടി. മാത്രമല്ല മുൻവർഷങ്ങളേക്കാൾ കൂടുതൽ A+ നേടാൻ കഴിഞ്ഞു. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. എൻ്റെ ഭാര്യയുടെ പേര് ക്ലാര. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. അവർ വിവാഹ ജീവിതം നയിക്കുന്നു. ഞാൻ താമസിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള ദേവഗിരിയിലാണ്. ഞാൻ ഒരു റിട്ടയേർഡ് അധ്യാപകനാണ്. ഞാൻ താമസിക്കുന്ന ദേവഗിരിയിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ അകലെയാണ് തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ. ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും മുകളിലായിട്ട് സേക്രഡ് ഹാർട്ടിൻ്റെ വലിയൊരു സ്റ്റാച്യു, കൈ ഉയർത്തി നിൽക്കുന്ന ഒരു സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ പലപ്പോഴും അകലെ നിന്ന് ഈ സ്റ്റാച്യുവിന് ഈശോയുടെ തിരുഹൃദയം കാണുമ്പോൾ ആ തിരുഹൃദയത്തിൻ്റെ ഒരു ചൈതന്യാഭിഷേകവും സ്കൂളിലേക്ക് സമൃദ്ധമായി ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കലോത്സവങ്ങൾ, സ്പോർട്സ് മത്സരങ്ങൾ, ശാസ്ത്രമേളകൾ, അതിനുവേണ്ടിയെല്ലാം പുറപ്പെടുമ്പോൾ ഹെഡ് മാസ്റ്ററും മറ്റ് അധ്യാപകരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് പറയാറുണ്ടായിരുന്നു. ഞങ്ങളെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടായി. ഒരു 10-12 വർഷക്കാലം കലോത്സവങ്ങളിൽ ഞങ്ങളുടെ സ്കൂൾ തന്നെയായിരുന്നു ഏറ്റവും മുന്നിലുണ്ടായിരുന്നത്. അതുപോലെ മറ്റുള്ള പല മത്സരങ്ങളിലും തിരുവമ്പാടി സ്കൂൾ മുന്നിലെത്തി. ഞങ്ങളുടെ സ്കൂൾ പല രംഗങ്ങളിലും ഏറ്റവും മുന്നിലെത്തിയെങ്കിലും ഞങ്ങളെ അക്കാഡമിക് കാര്യങ്ങളിൽ വളരെ പുറകിലായിരുന്നു. പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മോർണിംഗ് ക്ലാസ്സുകളും ഈവനിങ് ക്ലാസ്സുകളും ഒക്കെ ക്രമീകരിച്ചു. അതുപോലെ SSLC പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പായിട്ട് മാർക്കിൽ പിന്നോക്കമായിട്ടുള്ള കുട്ടികളെ സ്കൂളിൽ താമസിപ്പിച്ച് അവർക്ക് പ്രത്യേകമായിട്ടുള്ള നൈറ്റ് ക്ലാസ്സുകളെല്ലാം ഒരുക്കുന്നതിലും എല്ലാവരും താല്പര്യപൂർവ്വം പങ്കെടുത്തു. അങ്ങനെയുള്ള കഠിനാധ്വാനങ്ങളെല്ലാം ചെയ്തിട്ടും ഞങ്ങളുടെ സ്കൂളിന് 10-50 വർഷമായിട്ട് 100% റിസൾട്ട് നേടാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. അതേസമയത്ത് ഞങ്ങളുടെ ചുറ്റുവട്ടമുള്ള കുറേയധികം സ്കൂളുകളെങ്കിലും 100% റിസൾട്ട് നേടുമ്പോൾ ഞങ്ങൾ പലപ്പോഴും 90%, 92, 96, 98 അങ്ങനെ ആ രീതിയിലായിരുന്നു. ഒരിക്കലും ഞങ്ങൾക്ക് 100%ലേക്ക് എത്താൻ കഴിയാത്തതിൻ്റെ വലിയൊരു നിരാശ ഞങ്ങളെ ബാധിച്ചു. പലപ്പോഴും എന്തുകൊണ്ടാണ് റിസൾട്ട് കുറഞ്ഞത് എന്നതിനെക്കുറിച്ചുള്ള മോണിറ്ററിങ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തും ഉണ്ടാവുകയും അതിനെല്ലാം വിശദീകരണം കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്നു. തമ്പുരാൻ്റെ വലിയൊരു കൃപ ഞങ്ങൾക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ പലപ്പോഴും അത് സാധിച്ചിരുന്നില്ല. ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പുള്ള വർഷം എന്നെ കോർപ്പറേറ്റ് മാനേജരെ അവിടുത്തെ ഹെഡ് മാസ്റ്ററായിട്ട് നിയമിച്ചു. അത് എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം എന്നേക്കാളും ഒരുപക്ഷെ പ്രഗത്ഭന്മാരായ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നവർ, പ്രശ്നക്കാരായ കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയോ ഫീസ് കൊടുത്ത് വിടുകയും ചെയ്യുന്ന രീതിയിൽ കാർക്കശ്യം കാണിച്ചിരുന്ന ആ ഹെഡ് മാസ്റ്റർമാരുടെ സ്ഥാനത്ത് ഇത്തരത്തിലുള്ള കാർക്കശ്യങ്ങളൊന്നുമില്ലാത്ത കുട്ടികളെ സ്നേഹിക്കാനും ഉപദേശിക്കാനും മാത്രം അറിയാവുന്ന ഞാൻ ഹെഡ് മാസ്റ്ററായിട്ട് വന്നപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ചാലഞ്ചായിരുന്നു. സഹപ്രവർത്തകരായ അധ്യാപകരും ഈ വർഷത്തെ റിസൾട്ട് എന്താണ് ആകുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്ക അവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. എന്നെ ഏൽപ്പിയ ഉത്തരവാദിത്വം എൻ്റെ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ നിറവേറ്റണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം ഈശോയോട് എപ്പോഴും ഞാൻ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. 10 ദിവസത്തോടെ ഈശോ പറഞ്ഞതുപോലെ ആഴത്തിലേക്ക് വലയിറക്കണം എന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസം തന്നെ ബഹുമാനപ്പെട്ട വികാരിച്ചനുമായിട്ട് സംസാരിച്ച് സ്കൂളിൽ പ്രവേശനോത്സവത്തിന് കുട്ടികൾ വരുന്നതിന് മുമ്പ് തന്നെ
സ്കൂളിൽ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അച്ഛനത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ സ്കൂൾ തുറക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ അധ്യാപകരും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിക്കവാറും കുട്ടികളും അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് എത്തുകയും തിരുഹൃദയത്തിൻ്റെ വലിയ ശക്തിയും അഭിഷേകവും ഈ അക്കാഡമിക് കേരളങ്ങളിൽ ലഭിക്കുമെന്നും അതിനുവേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാമെന്നും ഒക്കെ ഉറപ്പ് നൽകി. അന്നേ ദിവസം തന്നെ സ്കൂളിൻ്റെ ഓഫീസിൽ ഒരു ബൈബിൾ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. എങ്കിലും ക്ലാസ് റൂമുകളിലെ അന്തരീക്ഷമൊക്കെ മോശമാകാൻ തുടങ്ങി. വ്യക്തിപരമായിട്ട് അവരെല്ലാം വിളിച്ച് ഉപദേശിക്കുകയും അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകുകയും കുട്ടികളിലെ മാതാപിതാക്കന്മാരെ വിളിക്കുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഏതായിരുന്നാലും ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ട് വളരെ നിരാശാജനകമായിരുന്നു. ആ റിസൾട്ട് അവലോകനം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഏതാണ്ട് 50% കുട്ടികൾ വിജയരേഖയ്ക്ക് താഴെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളിലൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കി. ഇങ്ങനെ പോയാൽ 80% 70% റിസൾട്ട് താഴുമോ, അങ്ങനെയെങ്കിൽ സ്കൂളിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് എല്ലാവരും പരിതപിച്ച ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ജപമാല ചൊല്ലുകയും ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഈ കുട്ടികൾ ധാരാളം പേര് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറുകളും ഉപയോഗിച്ച് പഠിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് സാമൂഹിക തിന്മകൾ പലപ്പോഴും അവരിലേക്ക് കടന്നു വന്നു. അതിനെ നിയന്ത്രിക്കാൻ മാതാപിതാക്കന്മാർക്ക് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. കുട്ടികൾ പലപ്പോഴും രാവിലെ ഏതെങ്കിലുമൊക്കെ ചെറിയ ജോലികൾ, അങ്ങാടിയിൽ എന്തെങ്കിലും ജോലികളൊക്കെ കഴിഞ്ഞ് ആണ് സ്കൂളിലേക്ക് വരിക. അങ്ങാടിയിലെ ചെറിയ ജോലികളെല്ലാം കഴിഞ്ഞ് രാത്രി എപ്പോഴെങ്കിലും വൈകാരി വീട്ടിലെത്തുക. കുറേ കുട്ടികളെങ്കിലും മദ്യപാനികളും അതുപോലെ ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികളെ പഠനത്തേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ മതിയാകുമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് കൗൺസിലിംഗ് നടത്തി. കൗൺസിലേഴ്സിനെ വിളിച്ച് കൗൺസിലിംഗ് നടത്തി. എന്നാൽ കൗൺസിലിങ്ങിലൂടെ അവരെ കെട്ടുകൾ അഴിക്കാൻ ശ്രമിക്കുമ്പോൾ അത്ര എളുപ്പം ഈ കുരുക്കുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കുക സാധ്യമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കർത്താവിനോട് ആലോചന ചോദിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവോട് എനിക്ക് കിട്ടിയൊരു ബോധ്യമായിരുന്നു, ആ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തിത്വ വികസന സെമിനാർ നടത്തണം. പഠിക്കണമെന്നുള്ള ലക്ഷ്യബോധത്തിൽ അവരെ മടക്കി കൊണ്ടുവന്നാൽ മാത്രമേ അധ്യാപകരുടെ അധ്വാനത്തിന് ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ കാര്യം ഞാൻ രക്ഷിതാക്കളുടെ മീറ്റിങ്ങിൽ വിളിച്ച് അവരോട് പറഞ്ഞു, പൂജയുടെ 3 ദിവസത്തെ അവധി ദിവസങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി വ്യക്തിത്വ വികസന ക്ലാസ് നടത്തുന്നതാണ്. നിങ്ങളെ കുട്ടികളെ അതിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവരുടെ പഠനത്തിലേക്ക് മടങ്ങിയെത്തുകയും അങ്ങനെ അവർ നല്ല മാർക്ക് വാങ്ങി വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് കർശനമായിട്ട് ഞാൻ പറഞ്ഞു. അവരെല്ലാവരും അത് അംഗീകരിച്ചു. ഈ വ്യക്തിത്വ വികസന പ്രോഗ്രാം നടത്തുന്നത് ജീസസ് യൂത്ത് ആണെന്ന് ഞങ്ങളിലെ ടീച്ചേഴ്സ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ മനസ്സുകൊണ്ട് അത് അംഗീകരിച്ചില്ല. അവരൊരുപാട് മുന്നറിയിപ്പ് എനിക്ക് നൽകി. കാരണം നമ്മുടെ കുട്ടികൾ കുറവായിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അത് മതവിദ്വേഷം ഉണ്ടാക്കുവാനും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണമാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അവർ നൽകിയത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, തീർത്തും വ്യക്തിത്വ വികസന ക്യാമ്പ് തന്നെയാണ് നമ്മൾ നടത്തുക. അവിടെ ബൈബിൾ പഠനമല്ല. കത്തോലിക്ക സ്കൂളുകളിൽ മാത്രമല്ല, അല്ലാത്ത സ്കൂളുകളിലും ഈ ഒരു പ്രോഗ്രാം നടത്തുന്ന ഒരു ടീമിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. ജീസസിൻ്റെ ടീം അവിടെ എത്തി. കുട്ടികൾ അതിൽ വളരെ സജീവമായി പങ്കെടുത്തു. അവർ ഗ്രൂപ്പ് ചർച്ചകളിലും അതുപോലെ പാട്ട് പാടി കൈയടിച്ച് പാടി ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ആ പ്രോഗ്രാം വളരെ സജീവമായി. അവരുടെ വ്യക്തിത്വ വികസനത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ദൈവിക സ്പർശനം ഉണ്ടാവുകയും അവരുടെ ശാരീരിക മാനസിക വിശദീകരണം അതിനെക്കുറിച്ചുള്ള ബോധ്യം അവർക്ക് കിട്ടി. അവർ ഉൾപ്പെട്ടിരുന്ന എല്ലാ തിന്മകളും ഉപേക്ഷിക്കാനുള്ള തീരുമാനങ്ങളെടുത്തു. അവർ തങ്ങളെ തന്നെ ഭാവിക്ക് വേണ്ടിയും സ്കൂളിൻ്റെ ഭാവിക്ക് വേണ്ടിയും ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്നും ഉള്ള പ്രതിജ്ഞയൊക്കെ എടുത്ത് ആ പ്രോഗ്രാം അവസാനിച്ചു. പിന്നെയുള്ള ദിവസങ്ങളിൽ സ്കൂളിൽ എത്തിയ ആ കുട്ടികൾ പറയുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു ഇത്. ഇതുപോലൊരു ക്ലാസ് ഞങ്ങൾ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ എത്രയും നന്നാകുമായിരുന്നു. അതുപോലെ അധ്യാപകർ പിന്നീട് പറഞ്ഞു, സ്കൂളിൽ വലിയ മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏശയ്യായുടെ പുസ്തകത്തിൽ 44-ാം അധ്യായത്തിലെ 3-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികൾ ഞാൻ ഒഴുകും. നിങ്ങളുടെ സന്താനങ്ങളുടെ മേൽ എൻ്റെ ആത്മാവും നിങ്ങളുടെ മക്കളുടെ മേൽ എൻ്റെ അനീരവും ഞാൻ വർഷിക്കും. ആ തിരുവചന സാക്ഷാത്കാരമാണ് അവിടെ സംഭവിച്ചതെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. പിന്നീട് ഉള്ള കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയി. അധ്യാപകർ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായി. മോർണിംഗ് ക്ലാസ്സും ഈവനിങ് ക്ലാസ്സും അതുപോലെ വീക്കർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് SSLC പരീക്ഷയ്ക്ക് മുമ്പുള്ള നൈറ്റ് ക്ലാസ്സുകൾ എല്ലാം നല്ല രീതിയിൽ നടത്തി. ആ ടൈം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അധ്യാപകർക്ക് വേണ്ടിയുള്ള ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചു. വേളാങ്കണ്ണി പള്ളിയിലാണ് സന്ദർശനം നടത്തിയത്. അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒപ്പം തന്നെ ആ വർഷം പരീക്ഷ ചെയ്ത 300-ൽ പരം കുട്ടികളുടെ ലിസ്റ്റ് ഭഗവാനോട് അച്ഛന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് പണം കൊടുത്ത് ഏൽപ്പിക്കുകയും ചെയ്തു.
പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു. റിസൾട്ട് എല്ലാവരെയും അമ്പരപ്പിച്ചു. എല്ലാവരും എനിക്ക് അനുമോദനങ്ങൾ അർപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. 50 വർഷത്തെ സ്കൂൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് 100% റിസൾട്ട് സ്കൂൾ നേടി. മാത്രമല്ല മുൻവർഷങ്ങളേക്കാൾ കൂടുതൽ A+ നേടാനും കഴിഞ്ഞു. അതുപോലെ തന്നെ അമ്പരാൻ്റെ പ്രത്യേകമായൊരു കൃപ ഞങ്ങളുടെ സ്കൂളിൽ കിട്ടി. ആ വർഷം കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിച്ച് 100% വിജയം നേടിയ സ്കൂളെന്നുള്ള ഖ്യാതിയും സേക്രട്ടേറിയറ്റ് ഹൈസ്കൂളിന് ലഭിച്ചു. ദൈവം ചെയ്ത വലിയ കൃപയാണ് എന്ന് ഞാനത് തിരിച്ചറിഞ്ഞു. നാം കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ അവിടെ നമ്മുടെ കൈപിടിച്ച 10 സ്റ്റെപ്പ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു വലിയ ബോധ്യം എന്ന് എനിക്ക് ലഭിച്ചു. ദിവ്യകാരുണ്യം ശക്തിയുടെ സ്രോതസ്സാണ് എന്ന് മാത്രമല്ല, ഒരു സമൂഹത്തെ തന്നെ രൂപാന്തരപ്പെടുത്താനായിട്ട് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സാധിക്കുമെന്നുള്ളൊരു ബോധ്യം ഈ അനുഭവത്തിലൂടെ എനിക്കുണ്ടായി. 84-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ, കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീതികളുണ്ട്. ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിരന്തരം നമുക്ക് പ്രവർത്തിക്കാം. നമ്മളെയും നമ്മുടെ ചുറ്റുപാടുകളെയും വിശദീകരിക്കുവാനായിട്ട് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ശക്തിയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.